എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററാണ് അല്ലേ, കമ്പോണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്താ പറഞ്ഞത്, പ്രോസസ്സർ എന്താണ്, അതേപോലെ എന്താണ് മെമ്മറി എന്താണ് അല്ലേ, മെമ്മറിക്കകത്ത് പ്രൈമറി മെമ്മറി എന്താണ്, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. സെക്കൻഡറി മെമ്മറി നമ്മൾ പറഞ്ഞിട്ടില്ല, പ്രൈമറി മെമ്മറി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ സെക്കൻഡറി മെമ്മറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നത്. സെക്കൻഡറി മെമ്മറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, സെക്കൻഡറി ഓർ ഓക്സിലറി മെമ്മറി. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൈമറി മെമ്മറി കുറിച്ച് പറഞ്ഞു. നമ്മൾ മെമ്മറി എന്താണെന്ന് പറഞ്ഞു, അതിനകത്ത് പ്രൈമറി മെമ്മറി നമ്മൾ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞ് പ്രൈമറി മെമ്മറി എന്താണെന്ന് പറഞ്ഞു. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം അതിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തൊരു കാണുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എപ്പോഴും തുടർന്ന് വരുന്ന ക്ലാസ്സുകളാകുമ്പോൾ അതിന്റെ ബിഗിനിങ് കാണാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തുടർന്ന് വരുന്ന എന്താണ് ഇവിടെ നടക്കുന്നത് പോലും ഒന്നും മനസ്സിലാക്കുക. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓർഡറിൽ തന്നെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം നമ്മുടെ മെമ്മറിക്ക് അത് രണ്ടാമത്തെ കാറ്റഗറിയാണ് ഇത് സെക്കൻഡറി മെമ്മറി, അല്ലെങ്കിൽ മറ്റൊരു പേര് ഓക്സിലറി മെമ്മറി. അപ്പൊ സെക്കൻഡറി മെമ്മറി എന്നായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്നായിരിക്കും പരീക്ഷ ചോദിക്കുന്നത്. എന്ത് ചോദിച്ചാലും ഇത് തന്നെയാണ് സെക്കൻഡറി മെമ്മറി ഓർ ഓക്സിലറി മെമ്മറി. ഉണ്ടോ ഈ ചിത്രം നോക്കി, കുറെ ഡിവൈസുകൾ നിങ്ങൾക്ക് കാണാൻ, കുറെ ഹാർഡ്വെയർ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. പെൻഡ്രൈവ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, CD കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്, അതേപോലെ എന്താണ് മെമ്മറി കാർഡ് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് 1-2 ഡിവൈസുകളും കൂടെ കാണുന്നുണ്ട് അല്ലെ. ഫ്ലോപ്പി ഡിസ്ക് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഫ്ലോപ്പി ഡിസ്ക് എന്താണെന്ന കാര്യം. അതിൽ നിന്നൊരു ടേപ്പ്, നമ്മുടെ വീഡിയോ കാസറ്റ് അവിടെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സ്ക്വയർ ഷേപ്പിൽ കാണുന്ന എന്താ ഈ കാണുന്നതിന് നമ്മൾ എന്താ സെക്കൻഡറി സ്റ്റോറേജിനകത്ത് വരുന്നത് നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്നൊക്കെ വിളിക്കുന്ന പല സാധനങ്ങളാണ്, പെൻഡ്രൈവ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനെയൊക്കെയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറി എന്ന് പറയുന്നത്. ഈ കാണുന്നതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്പ്യൂട്ടറിന്റെ സെക്കൻഡറി. അപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന പെൻഡ്രൈവ് ഒക്കെ ഏത് കാറ്റഗറി വരുന്നതാണ്, സെക്കൻഡറി മെമ്മറിക്കകത്ത് അല്ലെ, ഓക്സിലറി മെമ്മറിക്കകത്ത് അല്ലെ, CD അല്ലെങ്കിൽ മെമ്മറി കാർഡ് അല്ലെ, ഇതൊക്കെ എന്ത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഓക്സിലറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, എന്താണ് സെക്കൻഡറി മെമ്മറി നോക്കാം. സെക്കൻഡറി മെമ്മറി ഈസ് ഓഫ് പെർമനന്റ് നേച്ചർ. അത് പ്രൈമറി മെമ്മറി എന്താണെന്ന് അറിയുന്നവർക്ക് ഈ പെർമനന്റ് നേച്ചർ എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാര്യം പ്രൈമറി മെമ്മറിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് റാമിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ റാം എന്താണ്, വോളട്ടൈൽ ആണ്. വോളട്ടൈൽ എന്താണ്, കറണ്ട് പോകുമ്പോൾ ഡേറ്റ നഷ്ടമാകുന്നത് കൊണ്ടാണ് റാമിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, വോളട്ടൈൽ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത് പെർമനന്റ് നേച്ചർ ആണ്. പെർമനന്റ് നേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഇതിനകത്തുള്ള ഡേറ്റ നഷ്ടപ്പെടത്തില്ല, ഡേറ്റ എന്ത് ചെയ്യത്തില്ല, നഷ്ടപ്പെടത്തില്ല. അതാണ് പെർമനന്റ് നേച്ചർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഡേറ്റ സ്റ്റോർഡ് ഇൻ ദിസ് ഡിവൈസ് ഡസ് നോട്ട് വാനിഷ് വെൻ പവർ ഇസ് ടേൺഡ് ഓഫ്. അത് തന്നെയാണ് പറഞ്ഞത്, അത് തന്നെയാണ് പെർമനന്റ് നേച്ചർ എന്ന് പറഞ്ഞത് അല്ലേ. ഡേറ്റ എന്തില്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ വാനിഷ് ആവത്തില്ല, അപ്രത്യക്ഷമായി പോകുന്ന പരിപാടി ഇതിനകത്തില്ല. സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ഓക്സിലറി മെമ്മറിക്കകത്തില്ല. പിന്നെ സെക്കൻഡറി മെമ്മറി ഇസ് മച്ച് ലാർജർ ഇൻ സൈസ്. അത് ശരിയാണ്. സ്റ്റോറേജ് നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് സ്റ്റോറേജ് കപ്പാസിറ്റിയെ കുറിച്ച് പറഞ്ഞു. സ്റ്റോറേജ് കപ്പാസിറ്റി അളക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ സൈസ് വെച്ച് നോക്കുമ്പോൾ വലിപ്പത്തിന്റെ കാര്യമല്ല പറയുന്നത്, അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് പ്രൈമറി മെമ്മറിയിലല്ല, ഇതിനകത്താണ്, സെക്കൻഡറി മെമ്മറിയിലാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യുന്നത്, പ്രോഗ്രാം സ്റ്റോർ ചെയ്യാറുണ്ട്, ഡേറ്റ സ്റ്റോർ ചെയ്യാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിനകത്ത് സ്റ്റോർ ചെയ്യാറുണ്ട്. പക്ഷേ പ്രൊസസ്സർ കനോട്ട് ആക്സസ് ദം ഡയറക്ട്ലി. പ്രൊസസ്സർ എന്താണെന്നറിയാലോ, നമ്മൾ പറഞ്ഞാണ്, പ്രൊസസ്സറിന് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ മെമ്മറിയിൽ നിന്ന് ഡേറ്റ എടുക്കാൻ പറ്റത്തില്ല. പ്രൊസസ്സറിന് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, പ്രൊസസ്സർ എന്താ ചെയ്യുന്നതെന്നറിയോ, ഈ സെക്കൻഡറി മെമ്മറിയിലെ ഡേറ്റയെ ആദ്യം എന്താണ് പ്രൈമറി മെമ്മറിയിൽ എത്തിക്കും. എന്നിട്ട് ആ പ്രൈമറി മെമ്മറിയിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊസസ്സർ ഡേറ്റയെ എടുക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. പ്രൊസസ്സറിന് ഡയറക്റ്റ് എന്ത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, സെക്കൻഡറി മെമ്മറികൾ പ്രൊസസ്സറിന് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡറി മെമ്മറി is also used for transferring data or programs from one computer to another. നമ്മൾ ചെയ്യുന്ന പരിപാടിയില്ലേ, പെൻഡ്രൈവ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡേറ്റ കോപ്പി ചെയ്യുന്നു, മറ്റേ കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡേറ്റയെ നമ്മൾ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് മാറ്റാറുണ്ട്. അപ്പൊ അതാണ് ലാസ്റ്റ് പോയിന്റ് അല്ലെ. സെക്കൻഡറി മെമ്മറി is also used, എന്തിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്, ഫോർ ട്രാൻസ്ഫറിംഗ് ഡേറ്റ ഓർ പ്രോഗ്രാം ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ അല്ലെ. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ സെക്കൻഡറി മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡറി മെമ്മറി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്കൻഡറി മെമ്മറി ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട 3 ടൈപ്പായിട്ട് നമുക്ക് സെക്കൻഡറി മെമ്മറിയെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മാഗ്നറ്റിക്, മറ്റൊന്ന് ഒപ്റ്റിക്കൽ, മറ്റൊന്ന് സെമി കണ്ടക്ടർ മെമ്മറി. അപ്പോൾ 3 ക്ലാസിഫിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ 3 കാറ്റഗറിയാണ്. സെക്കൻഡറി മെമ്മറിയുടെ 3 കാറ്റഗറീസ് ആണ് മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറി. നമുക്ക് എന്തൊക്കെയാണ് ഇതെന്ന് നോക്കാം.
മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ അല്ലെ സെക്കൻഡറി മെമ്മറിക്കകത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് മാഗ്നറ്റിക് സ്റ്റോറേജ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസസ് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഉപയോഗിച്ച് മാഗ്നറ്റ് അറിയാലോ നമുക്ക്, കാന്തം എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ആ പാർട്ടിക്കിൾസ് ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകളെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് എന്ന് വെച്ചാൽ അത് പ്ലാസ്റ്റിക് ആവാം, അല്ലെങ്കിൽ മെറ്റൽ ആവാം. മെറ്റലിന്റെ പുറത്ത് മാഗ്നറ്റിക് ഒരു പൊടി, വളരെ ടൈനി ആയിട്ടുള്ള പൊടി വിതറിയിട്ട് അത് പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്താണ് ഇതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന്റെ പുറത്ത് കോട്ട് ചെയ്തുകൊണ്ടാവാം, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള മെറ്റലിന്റെ പുറത്ത് ഈ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പ്രത്യേക രീതിയിൽ കോട്ട് ചെയ്തായിരിക്കും. അങ്ങനെ ഏത് രീതിയിലായാലും മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് ഡേറ്റ സ്റ്റോറിങ്ങിന് വേണ്ടി മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനത്തെ സ്റ്റോറേജ് ഡിവൈസുകളെല്ലാം നമ്മൾ എന്താ പറയും? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസുകൾ എന്ന് പറയും. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഹാർഡ് ഡിസ്ക്. നിങ്ങൾ ഹാർഡ് ഡിസ്ക് കണ്ടിട്ടുണ്ടോ? ഹാർഡ് ഡിസ്ക് കണ്ടോ? ആദ്യം കാണുന്ന പടം ഹാർഡ് ഡിസ്ക് തുറന്നു വെച്ചിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. ഒരു കൺസീൽഡ് ആയിട്ടുള്ള ഒരു സ്ക്വയർ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോക്സ് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് ആയിരിക്കും. അത് തുറന്നു കഴിയുമ്പോൾ കാണുന്ന ഒരു പടമാണ് കാണിച്ചിരിക്കുക. അപ്പം ഈ ഹാർഡ് ഡിസ്ക് എന്തിന് ഉദാഹരണമാണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ്. അതേപോലെ തന്നെ ഫ്ലോപ്പി ഡിസ്ക്, അതേപോലെ തന്നെ എന്താണ് ടേപ്പുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ കാസറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അറിയാം. പണ്ട് ടേപ്പ് റെക്കോർഡറുകൾ, വീട്ടിൽ ടേപ്പ് റെക്കോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? കാസറ്റുകളൊക്കെ ഒരു വള്ളി ഉണ്ട്. ആ വള്ളി അതിന് പുറത്ത് എന്താണ്? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്, അല്ലെ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ് അതിന്റെ പുറത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? ആ വള്ളിയുടെ പുറത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ടാണ് അതിനകത്താണ് ഡേറ്റയെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ടേപ്പുകൾ എല്ലാം എന്തിന് ഉദാഹരണമാണ്? മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണങ്ങളാണ്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ റീഡ് റൈറ്റ് ഹെഡ് ആർ യൂസ്ഡ് ടു ആക്സസ് ഡാറ്റ ഫ്രം ദീസ് ഡിവൈസസ്. ഈ ഡിവൈസിൽ നിന്നും ഡാറ്റയെ ആക്സസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡാറ്റ എടുക്കാൻ വേണ്ടി ഒരു ഹെഡ് ഉണ്ടാവും. ആ റീഡ് ചെയ്യുന്ന അതിനെ വിളിക്കുന്നവരാണ് റീഡിംഗ് ഹെഡ്. അതിലെ ഡാറ്റ അങ്ങോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഹെഡ് ഉണ്ടാവും. അതിനെയാണ് റൈറ്റിംഗ് ഹെഡ്. അത് എല്ലാ മാഗ്നറ്റിക് ഡിവൈസിനകത്തേക്കും ഡേറ്റയെ സ്റ്റോർ ചെയ്യാനായാലും ഡേറ്റയെ റിട്രീവ് ചെയ്യാനും ഒരു ഹെഡ് ഉണ്ടാവും. ഹെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിവൈസ് ആണ് കേട്ടോ, ചെറിയ കമ്പോണന്റ് ആണ്. അത് ഉപയോഗിച്ചാണ് ഡേറ്റയെ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുകയും റിട്രീവ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അല്ലെ. പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ നാലാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട്. എന്താണ്? മാഗ്നറ്റിക് ടേപ്പ്, ഫ്ലോപ്പി ഡിസ്ക്, ഹാർഡ് ഡിസ്ക് ഒക്കെ. നമുക്കിത് ഓരോന്നും എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നിങ്ങളെ കാസറ്റ് ഉദാഹരണമായിട്ട് എടുക്കാം. എന്നാൽ കമ്പ്യൂട്ടറിനകത്ത് കാസറ്റ് ഇടുന്നില്ല. അതേ മെക്കാനിസം തന്നെ, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ടേപ്പിന്റെ പ്രവർത്തന രീതി. കമ്പ്യൂട്ടറിന്റെ മാഗ്നറ്റിക് ടേപ്പുകൾ കൂടുതലും സെർവറുകളിൽ ലാർജ് വോളിയം ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ ലാർജ് വോളിയം, അതായത് ടെറാബൈറ്റും അല്ലെ പെറ്റാബൈറ്റും ഒക്കെ അത്രയും സൈസുള്ള ഡേറ്റകൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത് മാഗ്നറ്റിക് ടേപ്പ് എന്ന് പറയുന്നത്. The cost per unit volume of a magnetic tape is less compared to other magnetic. മറ്റ് മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ടേപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ചെലവ് കുറവായിരിക്കും എന്നുള്ളതാണ് ഇത് എന്ത് ചെയ്യാൻ ഈ ലാർജ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇതാണ്. അതിൽ ഇറ്റ് ഈസ് എ റെക്കോർഡിംഗ് മീഡിയം കൺസിസ്റ്റ് ഓഫ് എ ടൈനി ടേപ്പ് വിത്ത് എ കോട്ടിംഗ് ഓഫ് എ ഫൈൻ മാഗ്നറ്റിക് മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ടൈനി ടേപ്പാണ്, ഒരു വള്ളി പോലെ ഇരിക്കുന്ന ടേപ്പാണ്. അതിനകത്ത് എന്താണ്? മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ത് ചെയ്തിരിക്കുക? അതിന്റെ പുറത്ത് കോട്ട് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പുറത്ത് ആ പ്രതലത്തിൽ ആ ഒരു വള്ളിയുടെ ഒരു പ്ലാസ്റ്റിക് ഒരു റിബൺ പോലെ ഇരിക്കുന്ന കാസറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീഡിയോ കാസറ്റൊക്കെ കണ്ടിട്ടില്ല? അതേപോലെ തന്നെ. അപ്പോൾ ആ വള്ളിയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വലിച്ചു നോക്കാമെങ്കിൽ അതിന്റെ പുറത്തുനിന്ന് ഒരു മാഗ്നറ്റിക്കിന്റെ ഇത് നമ്മളൊരു കാന്തം വെച്ച് കൊടുക്കാമെങ്കിൽ അത് അട്രാക്ട് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ചെയ്ത് നോക്കായിരുന്നു. ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ CD ഒന്നും ഇല്ലായിരുന്നു, കാസറ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ചെറിയ പരീക്ഷണങ്ങളൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇതിപ്പോ കാണുന്ന അവസരത്തിൽ, യൂട്യൂബിലൂടെ കാണുന്ന അവസരത്തിൽ ടേപ്പ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. CD-യും മാറി പെൻഡ്രൈവിന്റെ ഒരു യുഗത്തിൽ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം കിട്ടി കാണുന്നില്ല. ഓക്കെ, എനിവേ നിങ്ങളുടെ വീട്ടിലൊക്കെ പഴയ കാസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കുള്ളൂ. അതിന്റെ പുറത്ത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ഇറ്റ് ഈസ് സീക്വൻഷ്യൽ ആക്സസ് മീഡിയം സിമിലർ ടു ആൻ ഓഡിയോ കാസറ്റ്. കണ്ടോ ആ പോയിന്റ് എഴുതിയിരിക്കുന്നുണ്ടോ? നാലാമത്തെ പോയിന്റ്. ഇതൊരു സീക്വൻഷ്യൽ ആക്സസ് മീഡിയം ആണ്. സീക്വൻഷ്യൽ ആക്സസ് മീഡിയം എന്ന് വെച്ചാൽ എന്താ പറയുക? ഒരു ഡേറ്റയുടെ പുറകിൽ മാത്രം, ഒരു ഡേറ്റ ആക്സസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിന്റെ പുറകിലുള്ള ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റൂ. ആ കാസറ്റിലെ പാട്ട്, ഒരു 5 പാട്ട് ഒരു കാസറ്റിലുണ്ടെങ്കിൽ ആദ്യത്തെ പാട്ട് കേട്ടതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ പാട്ട് കേൾക്കാൻ പറ്റൂ. പക്ഷെ CD ഒന്നും അങ്ങനെയല്ല. നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെൻഡ്രൈവ് ഏതാണോ നമുക്ക് 5ാമത്തെ പാട്ടാണെങ്കിൽ 5 നമ്പർ കൊടുത്താൽ മതി, 5ാമത്തെ പാട്ട് പ്ലേ ആവും. 20ാമത്തെ ആണെങ്കിൽ 20ാമത്തെ പാട്ട് പ്ലേ ആവും അല്ലെ? വളരെ എളുപ്പത്തിലാണ്. പക്ഷെ ഈ ടേപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം? ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അടുത്ത പാട്ടുകളൊക്കെ അത് അങ്ങനെ ആക്സസ് ചെയ്യുന്നതാണ് സീക്വൻഷ്യൽ ആക്സസ്. ഫോർവേഡ് അടിച്ച് വിട്ടും റിവൈൻഡ് ചെയ്തൊക്കെ പോവാം. എന്നാലും അത്രയും ആ വള്ളി എന്ത് ചെയ്യുന്നുണ്ട്? ചുറ്റി മാറ്റിയതിന് ശേഷം, അത് പോയതിനു ശേഷം മാത്രമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ഹാർഡ് ഡിസ്ക് ആണ്.
ഞാൻ നേരത്തെ പറഞ്ഞ പടം തന്നെയാണ്. അത് തുറന്നിരിക്കുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണ്. ഒരുപക്ഷെ കമ്പ്യൂട്ടർ അടിക്കുമ്പോൾ നിങ്ങൾ ഹാർഡ് ഡിസ്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിൽ ഹാർഡ് ഡിസ്കിനെ കാണാൻ പറ്റത്തില്ല. ഈ ചിത്രത്തിൽ കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്തില്ല, ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഇതിനെ കൺസീൽ ചെയ്ത് വെച്ചു, ഇതിനെ മൂടി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഷേപ്പിലുള്ള ഒരു ഡിവൈസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് ഹാർഡ് ഡിസ്ക് തന്നെയായിരിക്കും. നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും. കാര്യം ആ സർക്കുലർ പ്ലേറ്റ് ഒക്കെയാണ് ഇത് കൺസീൽഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, ഹാർഡ് ഡിസ്കിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്. തീർച്ചയായിട്ടും എല്ലാ കമ്പ്യൂട്ടറുകളിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് തന്നെയാണ് ഇത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അല്ലെ. ഹാർഡ് ഡിസ്ക് എന്ന് വെച്ചാൽ എന്താണ്? ദ ഹാർഡ് ഡിസ്ക് കൺസിസ്റ്റ് ഓഫ് മെറ്റൽ ഡിസ്ക് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ കൺസീൽഡ് ഇൻ ഡസ്റ്റ് ഫ്രീ കണ്ടെയ്നർ. അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ രൂപത്തിൽ ഹാർഡ് ഡിസ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. വളരെ കൺസീൽഡ് ചെയ്തല്ലേ, കൂട്ടി വെച്ചിരിക്കുന്ന നല്ല രീതിയിൽ, ഒരു പൊടി പോലും കയറാത്ത രീതിയിൽ എന്താണ് നല്ല രീതിയിൽ കൺസീൽഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ്. കാര്യം ഇതിനകത്ത് എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്കിന്റെ ആ പ്ലേറ്റിന് പുറത്ത് വീണാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഹാർഡ് ഡിസ്ക് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്രയും ഡസ്റ്റ് ഫ്രീ ആയിട്ട് കൺസീൽഡ് ചെയ്ത് എന്താണ് എയർ പ്രൂഫ് ആക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ ലാർജ് ഡേറ്റ അല്ലെ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടറിന് ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിനകത്ത് ഒരുപാട് പ്ലേറ്റുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഡിസ്ക് എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക്, പേര് ഡിസ്ക് എന്നാണ്. ഡിസ്ക് എന്ന് പറയുമ്പോഴും വൃത്താകൃതിയിൽ ഇരിക്കുന്നതാണ്. പക്ഷെ രൂപം നമ്മൾ കാണുമ്പോൾ ആ കൺസീൽഡ് ആയിട്ടുള്ള കണ്ടെയ്നർ ആണ് നമ്മൾ കാണുന്നത്. അത് സ്ക്വയർ ഷേപ്പിലായിരിക്കും. അതിനകത്ത് ഒന്നിൽ കൂടുതൽ പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ പ്ലേറ്റേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡിസ്കുകൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഓരോ ഡിസ്കിന്റെയും സർഫേസ് എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ആയിട്ടും സെക്ടേഴ്സ് ആയിട്ടും ആയിരുന്നു. വൃത്താകൃതി കണ്ടോ? ആ വൃത്താകൃതി വരച്ചിരിക്ക് നോക്കിയേ. ആ വൃത്താകൃതിയിൽ പോയിരിക്കുന്നുണ്ട്. ആ വൃത്താകൃതിയിൽ പോകുന്നതാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്കുകൾ. നമുക്കറിയില്ല, ഓട്ടോ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമ്പോൾ ട്രാക്കിലൂടെ ഓടുക എന്ന് പറയുന്നത്. ട്രാക്ക് എന്ന് വെച്ചാൽ ആ ഒരു പാതയാണ് ഇങ്ങനെ വൃത്താകൃതിയിലുള്ള. അപ്പൊ അതാണ് ട്രാക്ക്. ഇനി ആ ട്രാക്കുകളെ കൃത്യമായിട്ട് ഒരു സ്ലൈസ് ചെയ്തിട്ട് കൃത്യമായിട്ട് മുറിച്ച് മാറ്റുന്നുണ്ട്. അതിനെയാണ് സെക്ടറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ട്രാക്കുകളും സെക്ടറുകളുമായിട്ട് ഓരോ ട്രാക്കിനെ തന്നെ എന്താണ് ഒന്നിൽ കൂടുതൽ സെക്ടറുകളാക്കി തിരിച്ച് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടാണ് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അല്ല ചുമ്മാതെ ഡിസ്കിന്റെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി ഡേറ്റ സ്റ്റോർ ചെയ്യുകയോ ചെയ്യുന്നത്. ഡിസ്കിന്റെ സർഫേസിനെ ട്രാക്കുകളായിട്ടും സെക്ടറുകളായിട്ടും ഒക്കെ എന്താണ് പാർട്ടീഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ കാറ്റഗറി ആയിരുന്നു ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ്. നമുക്കറിയാം CD അല്ലെ. CD ഒക്കെ എന്തിന്റെ ഉദാഹരണമാണ്? ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് ഉദാഹരണമാണ്. ഇതിനകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യാനും അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാനും എന്താണ് ലേസർ ബീമുകളാണ്. ലേസർ ബീമുകളാണ് എന്ത് ചെയ്യുന്നത്? ലേസർ ബീംസ് ഉപയോഗിച്ചാണ് ഇതിലേക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യുകയും അതിൽ ഡേറ്റ എന്ത് ചെയ്യുന്നത്, റിട്രീവ് ചെയ്യുകയും ചെയ്യുന്നത്. It consists of an aluminum foil sandwiched between two circular plate discs. നമുക്കറിയാം, നിങ്ങൾ ഡിസ്ക് അല്ലെ CD എടുത്തിട്ട് ചെറുതായിട്ടൊന്നും അങ്ങോട്ട് വേണ്ടി തിരിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്താ രണ്ട് പ്ലാസ്റ്റിക് ലെയറുകൾ അല്ലെങ്കിൽ രണ്ട് പ്ലാസ്റ്റിക് ഡിസ്കുകൾ ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ അലൂമിനിയം ഒരു പ്ലേറ്റ് കോട്ടഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് അതിന്റെ ഇടയിൽ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും രണ്ട് സൈഡും എന്താണ്, അതാണ് സാൻഡ്വിച്ച് ചെയ്യുകയാണ്. രണ്ട് സൈഡും എന്താണ് പ്ലാസ്റ്റിക്കിന്റെ ഡിസ്കുകൾ ഉപയോഗിച്ച് സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് വെരി ചീപ്പ് ടു മാനുഫാക്ചർ ഓപ്റ്റിക്കൽ ഡിസ്ക് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, വളരെ കോസ്റ്റ് കുറവായിട്ട്. നമുക്കറിയില്ല, 10 രൂപയ്ക്ക് ഒരു CD കിട്ടും. അത്രയും വളരെ ചീപ്പായിട്ട് അല്ലെ, അത്രയും കോസ്റ്റ് കുറവെന്നാണ് ചീപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. എന്നാൽ പോപ്പുലർ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആണ് എന്ന് പറയുന്നത് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകൾ. ഈ ചിത്രം നോക്കിയേ. ഇതിനകത്ത് ലേസർ ബീമുകൾ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത്? ഈ CDയുടെ സർഫസിൽ, ഈ CDയുടെ പ്രതലത്തിൽ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിലിനകത്ത് ചെറിയ പിറ്റ്സുകൾ, കുഴികൾ അല്ലെ, ചെറിയ പിറ്റ്സുകൾ ഉണ്ടാക്കി. പിറ്റ്സും ലാൻഡും എന്ന് വെച്ചാൽ പൊങ്ങിയിരിക്കുന്ന പ്രതലം, കുറച്ച് ഭാഗം കുഴിഞ്ഞിരിക്കും, കുഴിഞ്ഞിരിക്കും. അങ്ങനെയാണ് 1ഉം 0 ഒക്കെ അതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിനകത്ത് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. അലൂമിനിയം ഫോയിലിനകത്ത് ചെറിയ പിറ്റ്സ് അല്ലെ, കുഴികൾ എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഗർത്തങ്ങൾ അല്ലെങ്കിൽ കുഴികൾ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത് അല്ലെ. ഡേറ്റ റിട്ടേൺ ഓൺ എ സിംഗിൾ കണ്ടിന്യൂസ് സ്പൈറൽ ഇൻ ദ ഫോം ഓഫ് പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. കണ്ടോ, പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് ആയിട്ടാണ് ഡേറ്റ ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. പിറ്റ്സും ലാൻഡ്സും, അതായത് എന്താ പിറ്റ്സ് ആൻഡ് ലാൻഡ്സ്. അതായത് പിറ്റ്സ് എന്ന് വെച്ചാൽ 0 റെപ്രസെന്റ് ചെയ്യുന്ന ലാൻഡ് എന്ന് വെച്ചാൽ പൊങ്ങിയിരിക്കുന്ന സ്ഥലം. അപ്പൊ അതായത് ഇപ്പൊ ഒരു ആദ്യം മേടിക്കുമ്പോൾ ഇത് പൂർണ്ണമായിട്ട് എല്ലാം എന്തായിരിക്കും, ഒരേപോലെ ഇരിക്കുന്ന പ്രതലമായിരിക്കും അലൂമിനിയം ഫോയിൽ. ലേസർ ബീം ഉപയോഗിച്ച് ഓരോ സ്ഥലത്ത് ഓരോ ചെറിയ എന്താണ് ആഴത്തിലുള്ള കുഴികൾ പോലെ നിർമ്മിക്കും. അപ്പൊ കുഴികളെയൊക്കെ എന്താണ് 0 ആയിട്ടും അല്ലെ പൊങ്ങിയിരിക്കുന്ന സ്ഥലങ്ങളെയൊക്കെ 1 ആയിട്ടും ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെ ഡേറ്റ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ സ്റ്റോറിന് എക്സാമ്പിൾ ആണ് CD, DVD ആൻഡ് ബ്ലൂറേ ഡിസ്ക്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. അടുത്താണ് സെമി കണ്ടക്ടർ സ്റ്റോറേജ്. നമ്മുടെ ഫ്ലാഷ് മെമ്മറി അല്ലെങ്കിൽ നമ്മൾ പെൻഡ്രൈവ് എന്ന് വിളിക്കുന്ന ഒരു സാധനം അല്ലെ. എപ്പോഴും
അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഈ പ്രോം ആണ്. ഈ പ്രോം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. പ്രൈമറി മെമ്മറിക്ക് അത് തന്നെയാണ് റോമിന്റെ കാറ്റഗറി പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടോ? ഈ പ്രോം ഇലക്ട്രോണിക്കലി റൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഒൺലി മെമ്മറി എന്നാണ്. അതായത് നമുക്ക് കറണ്ടിന്റെ സഹായത്തോടെ തന്നെ അതിനകത്തുള്ള ഡേറ്റയെ ഡിലീറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റുന്ന മെമ്മറി അല്ലെങ്കിൽ റോം ആണ്. അതാണ് ഈ ഫ്ലാഷ് മെമ്മറിക്കകത്ത് യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് മെമ്മറി എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലാഷ് മെമ്മറിക്ക് ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ പെൻ ഡ്രൈവ്. ഫ്ലാഷ് മെമ്മറി is fast and durable when compared to other type of secondary memory. തീർച്ചയായിട്ടും മറ്റ് ഹാർഡ് ഡിസ്കുകളെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ സെമി കണ്ടക്ടർ മെമ്മറി അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറികൾ കുറച്ചും കൂടി സ്പീഡിൽ പ്രവർത്തിക്കും. ഡാറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും അതെല്ലാം കുറേ നാൾ നിൽക്കുകയും ചെയ്യും. അല്ലെ, ഒരുപാട് നാൾ ഒരു കുഴപ്പവും കൂടാതെ നിൽക്കും. CD ഒക്കെ പക്ഷേ പെട്ടെന്ന് ചീത്തയായി പോകാൻ സാധ്യതയുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? USB ഫ്ലാഷ് ഡ്രൈവിനെയാണ് നമ്മൾ പെൻ ഡ്രൈവ് എന്ന് വിളിക്കുന്നത്. അതേപോലെ മെമ്മറി കാർഡുകൾ, അല്ലെ, മെമ്മറി കാർഡുകളും USB ഫ്ലാഷ് ഡ്രൈവുകളുമാണ് പ്രധാനമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും കാണാറുള്ള സംഭവം. ഇനി ഈ ഒരു ചിത്രം ഒന്ന് നോക്കിയേ, അല്ലെ, എനിക്ക് രസകരമായിട്ട് തോന്നുന്നുണ്ടാവില്ലേ? കുറെ പടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് സ്പീഡിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ അതിന്റെ സൈസിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. മുകളിലേക്ക് പോകും തോറും സ്പീഡ് കൂടി പോകും. താഴെ വരുമ്പോൾ സ്പീഡ് കുറഞ്ഞ് താഴേക്ക് പോകും. പക്ഷെ താഴെ ഇരിക്കുന്ന ആ ഒരു സ്റ്റോറേജിനായിരിക്കും എന്ത് ചെയ്യുന്നത്? പക്ഷെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതൽ. നോക്കിയാൽ ഹാർഡ് ഡിസ്കിനായിരിക്കും ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി. അത് കഴിഞ്ഞാൽ റാമിന് കപ്പാസിറ്റി കുറവായിരിക്കും, പക്ഷെ സ്പീഡ് കൂടുതലായിരിക്കും. അതിന് മുകളിലേക്ക് പോകുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന മെമ്മറി, കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ, ക്യാഷ് എന്ന് പറയുന്ന മെമ്മറി അല്ലെ, അതിന് കപ്പാസിറ്റി കുറവായിരിക്കും സ്റ്റോറിന്, പക്ഷെ സ്പീഡ് കൂടുതലാണ്. എന്നാൽ രജിസ്റ്റർ പ്രോസസ്സറിനകത്തുള്ള അല്ലെ, അതിനും വളരെ സ്റ്റോറേജ് കപ്പാസിറ്റി വളരെ കുറവാണ്, പക്ഷെ സ്പീഡ് വളരെ ഹൈ ആണ്. ഈ ചിത്രം വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓർഡർ മനസ്സിലാക്കി വെക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ട് ടെക്സ്റ്റിൽ നിന്ന് തന്നെ എടുത്ത ചാർട്ടാണ്. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിനകത്ത് സമറൈസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ നേരത്തെ കാണിച്ച ആ പടം തന്നെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്, അല്ലെ. വോളറ്റൈൽ ഏതൊക്കെയാണ്, നോൺ വോളറ്റൈൽ എന്നൊക്കെ പറയുന്ന കൃത്യം, അല്ലെ. രജിസ്റ്ററും ക്യാഷും റാമും ഒക്കെ വോളറ്റൈലാണ്. അതേപോലെ തന്നെ റോം വോളറ്റൈൽ അല്ല കേട്ടോ, റോം നോൺ വോളറ്റൈലാണ്. ഈ റോം എന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ് കേട്ടോ. റാം വോളറ്റൈലും റോമും നോൺ വോളറ്റൈലുമാണ്. അത് മറന്നു പോയി. ഓക്കെ ആണല്ലോ? അത് ഒറ്റയടിക്കും എഴുതിയപ്പോൾ ആ രീതിയിൽ ആ ചാർട്ടിനകത്ത് എഴുതിയിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ സെക്കൻഡറി സ്റ്റോറേജിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങളാണ്, വളരെ വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഇതിനെ പഠിക്കാനൊന്നുമില്ല. നിങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്തൊക്കെയാണ് അതിന്റെ പേരുകൾ, 1-2 സെന്റൻസുകളൊക്കെ അതിനെക്കുറിച്ച് പറയാനും അല്ലെങ്കിൽ എഴുതാനും മാത്രം പഠിച്ചു വെച്ചാൽ. പിന്നെ കുറച്ച് ആൾക്കാർ നോട്ടിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. നോട്ട് തീർച്ചയായിട്ടും തരാം. ഞാനൊരു ടെലഗ്രാം ചാനൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ നോട്ടുകളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ആ ചാനലിൽ ഞാൻ അടുത്ത ക്ലാസ്സോടുകൂടിയോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, ഞാനത് അനൗൺസ് ചെയ്യാം. ആ ചാനൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻ്റായിട്ടോ ഞാനിടാം. ആ ചാനലിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഞാൻ ഇതുവരെ പഠിപ്പിച്ചതിൻ്റെ നോട്ടുകളും കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം. അതായിരിക്കും നോട്ടൊക്കെ ഷെയർ ചെയ്യാൻ ഏറ്റവും ബെറ്റർ വേ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. കാര്യങ്ങൾ ഓർഡറിൽ മനസ്സിലാക്കുക. കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്, കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പക്ഷെ തിയറിയാണ്, കേട്ടോണ്ടിരിക്കാന്നുള്ളൂ. കേട്ടോണ്ടിരിക്കാൻ മനസ്സിലാക്കി എടുക്കുക, അത്രേ ഉള്ളൂ. അല്ല ഇതിനകത്ത് ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ലോജിക്കൊന്നുമില്ല. പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൂ. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അപ്പം അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ മെസ്സേജ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൻ്റെ അടുത്ത ഭാഗമായിട്ട് കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.